ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് RPWD ആക്ട് ആണ്. മുമ്പ് അത് PWD ആക്ട് 1995 ആയിരുന്നു. അത് റിപ്പീൽ ചെയ്തിട്ടാണ് 2016 RPWD ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. പണ്ട് PWD ആക്ട് പ്രകാരം 7 ഭിന്നശേഷിത്വങ്ങൾ മാത്രമേ അതിൻ്റെ കീഴിലുണ്ടായിരുന്നുള്ളൂ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, വിഷ്വൽ ഇമ്പയർമെൻറ്റ്, മെൻ്റൽ ഇൽനെസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങി 7 ഡിസബിലിറ്റീസ് ആയിരുന്നു. അന്ന് ഓട്ടിസം ഇതിൻ്റെ ഭാഗമായിരുന്നില്ല. അപ്പോൾ പണ്ടൊക്കെയുള്ള ആളുകൾ, ഓട്ടിസം ഉള്ളവരുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പോലും നമ്മൾ കാണുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടാവുക ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് മാത്രമാണ്. കാരണം അന്ന് ഓട്ടിസം സ്പെസിഫിക് ഡയഗ്നോസ് ആയിട്ടോ ഈ ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ടോ വന്നിട്ടില്ല. ഇന്ന് RPWD ആക്ടിൻ്റെ കീഴിൽ 21 ഡിസബിലിറ്റീസ് ഉണ്ട്. ആ 21 ഡിസബിലിറ്റീസിലൊന്നാണ് ഓട്ടിസം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ് ടൂൾസും എല്ലാം വെച്ചിട്ടാണ് അത് നോക്കുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഡിസബിലിറ്റി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയുടെ ആധികാരിക രേഖയാണ്. ഭിന്നശേഷിത്വമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഡിസബിലിറ്റി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്.